ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. അങ്ങനെ രാവിലെ ജനലൊക്കെ തുറന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ 3 മുട്ടയൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ കുറേ നാളായിട്ടോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് മിക്കവാറും റവ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റവ ദോശയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകൊക്കെ ഒന്നിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മാത്രം ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പതിവില്ലാത്തൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മൾ ക്യാരറ്റാണ് കേട്ടോ. ഇവിടെ ക്യാരറ്റ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലപ്പോഴേ ഉപ്പുമാവിലൊക്കെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ക്യാരറ്റൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെയൊക്കെ സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതുപോലെ ഈ ഒരു ടൈമിൽ പതിവില്ലാതെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് അലമ്പായതുകൊണ്ട് തന്നെ ആളെ എടുത്തിട്ടായിരുന്നു കേട്ടോ ബാക്കി പരിപാടി. അങ്ങനെ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മൾ മുട്ടയൊക്കെ വെന്തും വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈസ്റ്റേൻ്റെ റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് കേട്ടോ. അത് നല്ല അടിപൊളി റവയായിരുന്നു. അങ്ങനെ നമുക്ക് വലിയ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യത്തിന് റവയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് നേരത്തെയാണ് കേട്ടോ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 7:15 ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഞാൻ ഉപ്പുമാവ് തന്നെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മടുപ്പായി തുടങ്ങിയപ്പോഴാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ മുട്ടയും റെഡി ആയിട്ടുണ്ട്, അതുപോലെ ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഒന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് മുട്ട പുഴുങ്ങിയത് കൂടാതെ പഴവും പഞ്ചസാരയൊക്കെ ആയിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അങ്ങനെ അതും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക വാവേനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും ഉപ്പുമാവും അതുപോലെ പഴവും പഞ്ചസാരയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതിന് ശേഷമാണ് ഞാൻ കടിഞ്ചായയൊക്കെ ഇടുന്നത്. മാസാവസാനം ആയതുകൊണ്ട് തന്നെ മിക്ക സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വല്ല സാധനം മേടിക്കാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. ഇക്കയ്ക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇക്ക ജോലിക്ക് പോയതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് ഇറങ്ങി. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ ലാസ്റ്റ് ചെമ്മീനാണ് കേട്ടോ. ഇനി ചെമ്മീൻ മേടിക്കണ്ട എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെമ്മീനൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നിയെങ്കിലും പൊളിച്ചെടുത്തപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യം തന്നെ ഒരു ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മിക്കവാറും വെക്കുന്ന പോലെ മുരിങ്ങക്കായും തക്കാളിയും കൂടെ ചാറുകറി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ അതിന് മുമ്പായിട്ട് നമ്മൾ ചോറും കൂടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുരിങ്ങക്കായൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മളൊരു തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചാറുകറി നമ്മൾ മിക്കവാറും വെക്കാറുണ്ട്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമാണ്. പിന്നെ ഈ ചാറുകറി പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. എന്തോ ടേസ്റ്റ് കുറയുന്ന പോലെ തോന്നും. അതുപോലെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാണ് കേട്ടോ വേവിക്കുന്നത്. കാരണം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന തേങ്ങ ആയതുകൊണ്ട് തന്നെ ചെറുചൂട് വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ച് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഇതിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വാവ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കുള്ള മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷം തേങ്ങയും കൂടിയൊക്കെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ച ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീനൊക്കെ പൊരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് താളിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കറിയൊക്കെ ഒന്ന് താളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ചാറുകറിയും ചെമ്മീൻ ഫ്രൈയും ഉള്ളൂ കേട്ടോ. ഇത് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ താളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോണൊന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂട് കൂടിയിട്ട്. അങ്ങനെ താളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെളിച്ചെണ്ണയിൽ നമ്മൾ ചെമ്മീനും കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴത്തേം പോലെ മസാലയൊക്കെ തേച്ച് ചെമ്മീൻ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ നമ്മളുടെ സവോളയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കുന്നത്. ഒരു സൈഡ് മൂത്തതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നെങ്കിലും മടുത്തൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്രഷ് ചെമ്മീനുമായിരുന്നു. ഇടയ്ക്ക് ഇവിടെ ചെമ്മീന് നല്ല ഓഫറും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോർമൽ റേറ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും കൂടിയൊക്കെ ഒന്ന് ഊറ്റുന്നുണ്ട്. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോൾ കറക്റ്റ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ള ചോറൊക്കെ കൊടുത്തതിന് ശേഷം വാവയ്ക്കും കൊടുക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ആയപ്പോൾ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാവയ്ക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ചായയൊക്കെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നൂഡിൽസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുപോലെ വാവയ്ക്ക് വേണ്ടി ഏത്തയ്ക്ക വാട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നൂഡിൽസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇക്ക പോയതിന് ശേഷം ചുമ്മാ ഇരുന്നപ്പോൾ ഐസുവിന് തലയത്തുണിയൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് തലയത്തുണി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അടങ്ങി നിന്ന് തരും കേട്ടോ ഇങ്ങനെ ചുറ്റിയിടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ. അങ്ങനെ കുറച്ച് സമയം ആളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം രാത്രിയൊക്കെ ആയപ്പോൾ ഇക്ക ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈസും അതുപോലെ ചിക്കനും ആണ് കേട്ടോ മേടിച്ചത്. കൂടെ സാലഡും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ തന്നെ തക്കാളിയുടെ ചട്നി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മന്തീൻ്റെ കൂടെ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു റൈസ് മേടിച്ച് കഴിഞ്ഞാൽ 3-4 ആൾക്കാർക്ക് കഴിക്കാം കേട്ടോ. അത്രയും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റൈസിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൈസ്. ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട റൈസാണ്. പക്ഷെ മന്തിയുടെ ഒന്നും ടേസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചില സമയമൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പെപ്സിയും കൂടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൈസും മയോണൈസും സോസും എല്ലാം ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഐസുവിന് ഈ റൈസ് കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ചിക്കനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്.
അതുപോലെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.